റഷ്യയിലെ കംചത്ക ഉപദ്വീപിലുണ്ടായ ലോകത്തെ നടുക്കിയ വൻ ഭൂകമ്പത്തെ തുടർന്നുള്ള സുനാമി തിരകൾ അമേരിക്കൻ സംസ്ഥാനങ്ങളായ അലാസ്കയിലും ഹവായിലും കാലിഫോർണിയയിലും വാഷിംഗ്ടണിലും എത്തി. ബുധനാഴ്ച രാവിലെ റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ആധുനിക ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ 10 വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നെന്ന് കരുതുന്നതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ജപ്പാനിലും റഷ്യയിലും യുഎസിന്റെ പടിഞ്ഞാറൻ തീരത്തെ ചില പ്രദേശങ്ങളിലും ലക്ഷക്കണക്കിന് പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചു. ജപ്പാനിൽ 19 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. കാലിഫോർണിയ ഒറിഗൺ അതിർത്തിയിൽ 1 മീറ്ററിലേറെ ഉയരമുള്ള തീര രേഖപ്പെടുത്തി. വടക്കൻ കാലിഫോർണിയയിലെ ക്രിസൻ നഗരത്തിൽ 3.6 അടി ഉയരമുള്ള തിരകൾ രേഖപ്പെടുത്തിയതായി ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു. ഹവായിയിൽ സുനാമി മുന്നറിയിപ്പ് അഡ്വൈസറിയിലേക്ക് മാറ്റി. അതായത് തീരത്ത് ശക്തവും അപകടകരവുമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട്, ബീച്ചുകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. 4 തരത്തിലാണ് US ദേശീയ കാലാവസ്ഥാ സർവീസ് ജാഗ്രതാ നിർദ്ദേശം നൽകാറുള്ളത്: വാർണിംഗ്, അഡ്വൈസറി, വാച്ച്, ഇൻഫർമേഷൻ, സ്റ്റേറ്റ്മെന്റ് എന്നിങ്ങനെ. വലിയ അപകടം വരുത്താവുന്ന തീരദേശ പ്രളയത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാട്ടിലേക്കോ മാറണമെന്ന മുന്നറിയിപ്പാണ് വാർണിംഗ്. ഹവായിലാണ് സുനാമി ഏറ്റവും അധികം ആഞ്ഞടിക്കുമെന്ന് കരുതിയിരിക്കുന്നത്. എന്നാൽ ഹവായിയിൽ വലിയ ആപത്ത് ശങ്കയില്ലെന്നും നിലവിൽ നോർത്തേൺ കാലിഫോർണിയയ്ക്ക് മാത്രമാണ് സുനാമിയുടെ നേരിട്ടുള്ള ഭീഷണിയുള്ളതെന്നും US കാലാവസ്ഥാ സർവീസ് അറിയിച്ചു. 10 അടി ഉയരത്തിലുള്ള തിരമാലകൾ ഹവായിയിൽ ആഞ്ഞടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ സുനാമി തിരകൾ എത്തിയതായി പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രവും സ്ഥിരീകരിച്ചു. ഹവായിൽ ഏറ്റവും ഉയരത്തിലുള്ള തിരമാല ഹലയിലാണ് രേഖപ്പെടുത്തിയത്, 4 അടി ഉയരം. വടക്കൻ കാലിഫോർണിയ തീരത്ത് ഇപ്പോഴും സുനാമി മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. ബീച്ചുകളിലും തുറമുഖങ്ങളിലും പൊതുജനങ്ങൾ പോകരുതെന്ന മുന്നറിയിപ്പുണ്ട്. ഹവായിക്ക് പിന്നാലെ ജപ്പാനും വലിയ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പിന്റെ ഗ്രേഡ് കുറച്ചു. എന്നാൽ ഹൊക്കൈഡോയിലും തോഹോഗുവിലും ഇപ്പോഴും സുനാമി മുന്നറിയിപ്പ് നിലവിലുണ്ട്.